പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പച്ചനിലൂടെ എൻ്റെ സഹോദരൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് വിവാഹം ഒത്തുവന്നു, അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളെ ലഭിച്ചു, ജോലി ലഭിച്ചു, ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഓരോ വിഷയങ്ങൾ. പക്ഷേ നിനക്ക് കുറച്ചുകൂടി സാക്ഷരതയുള്ള വിശ്വാസിയാണെങ്കിൽ നീ അത് തിരിച്ചറിയണം. എന്താ തിരിച്ചറിയേണ്ടത്? ഇതിലൂടെ ക്രിസ്തുവാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു വസ്തുവല്ല വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു വസ്തുവല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ്? ഇതുവഴി ക്രിസ്തുവിനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന്. പിന്നെ എന്താണ്? ക്രിസ്തു, അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വചനം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആദ്യം ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാൻ പറയണത്. ഫസ്റ്റ് റെഫറൻസ് ആദ്യം നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കണം, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അന്വേഷിച്ച് കഴിഞ്ഞ് ക്രിസ്തുവിനെ തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടും പല പല ജീവിത വിഷയങ്ങളുടെ പരിപോഷണമായിട്ടും എല്ലാം ക്രിസ്തുവിനെ തന്നെ കിട്ടണത്. കാര്യം ക്രിസ്തു എല്ലാ വിഷയങ്ങളിലും ഇടപെടും. ഇപ്പം അപ്പമില്ലാത്തവർക്ക് അപ്പം കൊടുക്കും, ഇല്ലേ? വീഞ്ഞില്ലാത്തപ്പോൾ വിഴിഞ്ഞ് കൊടുക്കും. ഇങ്ങനെ ഓരോ കാര്യം, ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയത്തിൻ്റെ മേലും ക്രിസ്തുവിലൂടെ ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പരിപാലനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അച്ഛൻ എന്താ ചോദിച്ചതെന്ന് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചു എനിക്കത് കിട്ടിയെന്നല്ല പറയേണ്ടത്. എനിക്ക് ക്രിസ്തുവിനെ കിട്ടി അതിലൂടെ. അപ്പോൾ ഈശോയ്ക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ കർത്താവിന്റെ വചനം ഞാൻ പാലിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തതിന്റെ പ്രകാരം അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ അതനുസരിച്ച് എനിക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ക്രിസ്തുവാണെന്നും ആ അനുഗ്രഹത്തിലൂടെ എനിക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിലൂടെ എനിക്ക് ക്രിസ്തുവിനെ തന്നെയാണ് ലഭിക്കണമെന്നുള്ള വലിയ വിവേചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്പർശിക്കണമേ. സ്വന്തമായി ഭവനമില്ലാതെ വിശ്വസിക്കുന്നവര് അകപ്പെട്ടിരിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴേ ധ്യാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വഴിയെന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ട ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം. എന്തെല്ലാം നമ്മുടെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ഗലാത്യർ 4:3-22 എന്താ കണ്ടത്? വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം. പിന്നെ എന്താണ് വേണ്ടത്? പ്രത്യാശ, പ്രാർത്ഥന. പ്രത്യാശയും പ്രാർത്ഥനയും. അതിൻ്റെ വചനം നടപടി പുസ്തകം 26:7. നടപടി പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പം അതായത് ദൈവജനത്തിന് വാഗ്ദാനം പ്രാപിക്കാൻ കൊടുത്തിരിക്കുന്ന പ്രാപിക്കാൻ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? രാത്രിയും പകലും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയുണ്ട്, അല്ലേ? ഇപ്പം ഞാനൊക്കെ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം.
കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും. അസുഖമാണെങ്കിൽ ഭയങ്കര തളർന്നൊക്കെ പോവുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ എഴുന്നേക്കാൻ താമസിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 2 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് രാത്രി പ്രാർത്ഥിച്ചിരിക്കാം. അത് രാത്രി പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? മറ്റ് നമ്മൾക്ക് സാധാരണ പ്രാർത്ഥനയേക്കാൾ ഉപരി നമുക്ക് കുറച്ച് അതിൻ്റെ അകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് വേണം രാത്രി പ്രാർത്ഥിക്കണമെങ്കിൽ. അപ്പോൾ ഞാനൊരു ജപമാല ചെല്ലത്തുള്ളൂ, ചിലപ്പോൾ 2 ജപമാല ചെല്ലും. വെച്ചാൽ ഉറക്കം പോവുമല്ല നമ്മൾ സ്വാഭാവികമായിട്ട് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ വേറെ സെറ്റാവും. ആ ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന കൂടി, ഒരു ജപമാല ചെല്ലാനുള്ള സമയം കൂടി കിട്ടും. ചിലപ്പോൾ 2 ജപമാല ചെല്ലും. ഇപ്പോൾ എന്താ അങ്ങനെ ചെല്ലണമെന്ന് പറയുമ്പോൾ, അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ, രാത്രികാലങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്നത് വിശ്വാസം മാത്രമല്ല, രാത്രി പ്രാർത്ഥനയ്ക്ക് സ്നേഹമുണ്ടാകും ദൈവത്തോട്. കാര്യം ദൈവവും നമ്മളും മാത്രമേ ഉള്ളവിടെ 2 വ്യക്തികൾ. ഉടമ്പടി എടുത്ത നീയും ഉടമ്പടിയുടെ കക്ഷിയായിരിക്കണ അടുത്തതാരാണ്? ദൈവമാണ്, അല്ലേ? ഉടമ്പടിയുടെ ഒന്നാം കക്ഷി ദൈവവും 2ാം കക്ഷി നമ്മളുമാണ്. ഇത് ഉഭയ കക്ഷിയാണ്, അതായത് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കക്ഷിയുമായിട്ട് കാണുകയാണ്. അപ്പം നിസ്സാര കാര്യമല്ലത്. കാര്യം പകലൊക്കെ ഒത്തിരിയേറെ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുകയും വിളിക്കുകയും നമ്മൾ തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴും രാത്രി ഈ സമയത്ത് ആരും നമ്മൾ വിളിക്കാനില്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പം എന്താ പറഞ്ഞത്? അതാണ് പൗലോസ് പറയണത് ഈ ആക്ട്സ് നടപടി പുസ്തകം 26:7 ഞങ്ങൾ 12 ഗോത്രങ്ങളാണ്. 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അതാണ് വാഗ്ദാനം പ്രാപിക്കുന്നതിൻ്റെ ഒരു സംഭവം. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ ഓർക്കും ഒരു പണിക്കും പോകാതിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല, മനസ്സിലൊരു ഓർമ്മയാണെല്ലാം, അല്ലേ? മനുഷ്യന് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ ഓർക്കാം. ഇപ്പം സ്മൃതി കുർബാനയില്ലേ? സ്മൃതി കുർബാന ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥലത്ത് കുർബാന അർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഓർമ്മയിൽ കർത്താവിൻ്റെ പീഡാസകനങ്ങളെയും അതുപോലെ തന്നെ ആ തിരുവചനങ്ങളെയും ഒക്കെ ഓർമ്മയിൽ കൊണ്ടുവരും. എനിക്ക് സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്തേക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 2 ദിവസങ്ങൾ എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അവിടെ കുർബാന അർപ്പിക്കാൻ പറ്റിയ യോഗ്യതയുള്ള സ്ഥലമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപൂർവമല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ബൈബിൾ ഭാഗങ്ങളെല്ലാം വായിക്കും. ആ സമയത്ത് ഇരുന്നുണ്ട് കർത്താവിൻ്റെ പീഡാസകനത്തിൻ്റെയും കുർബാന സ്ഥാപനത്തിൻ്റെയും വചനങ്ങളെ. ഇപ്പം എന്താണ് കാര്യം? കർത്താവിനറിയാം സിറ്റുവേഷൻസ് എന്താണെന്ന്. പക്ഷെ നമുക്ക് ആ ഒരു ആഗ്രഹമുണ്ട്, ഉള്ളിലുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ബലിവചനങ്ങളുടെ സമയത്തൊക്കെ മുട്ടേ നിൽക്കും. ഇവിടെ ഞാൻ ബെഡ്റൂമിൽ മുട്ടേ നിൽക്കും. അതെന്താ വെച്ചാൽ എന്താ സംഭവിച്ചാൽ അപ്പോൾ ആരെ കാണിക്കാനാണ് മുട്ടേ നിൽക്കണത്? ദൈവത്തെ കാണിക്കാനാണ്. എന്താ കാര്യം? ഞാനും ദൈവവും മാത്രമേ എൻ്റെ മുറിയിലുള്ളൂ, ഈശോയും മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ആ സ്വകാര്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എൻ്റെ ദൈവം തന്നെയാണ്. ഇതാണ് വിഷയം എന്നത്. നിൻ്റെ സ്വകാര്യതയിൽ ദൈവത്തിന് അറിയണം നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ദൈവമാണെന്ന്. ഇവിടെയാണ് നമുക്ക് പാളിപ്പോണത്. സാധാരണ മനുഷ്യൻ്റെ സ്വകാര്യതയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പറയേണ്ട കാര്യം, ഞങ്ങൾ 10,000 കുമ്പസാരം കേട്ടുള്ളതാണ്. സാധാരണ മനുഷ്യൻ്റെ സ്വകാര്യതയിൽ ദൈവമല്ല, ദൈവം അവസാനത്തെ ആൾ പോലും അല്ല. ഇതാണ് ഒരു സ്പിരിച്വൽ ട്രാജഡി. സാധാരണ മനുഷ്യൻ്റെ സ്വകാര്യതയിൽ ദൈവം ആദ്യത്തെ ആളുമല്ല, അവസാനത്തെ ആളുമല്ല. അവിടെ സ്വകാര്യമായിട്ടുള്ള സന്തോഷങ്ങളുടെ കാര്യങ്ങളായിരിക്കും അവിടെ സ്വകാര്യതയുണ്ട്. ഇതാണ് ഒരു ജഡിക മനുഷ്യനെ ആത്മീയ മനുഷ്യനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിൻ്റെ സ്വകാര്യതകളെ വളരെ ശ്രദ്ധിക്കണം. അതായത് അവിടെ യേശു തന്നെയായിരിക്കണം ഒന്നാം സ്ഥാനമുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ സ്വകാര്യതയിലെ നിനക്ക് തന്നെ ഒന്നാം സ്ഥാനം കിട്ടാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഭാര്യകളെ സമർപ്പിക്കുന്നു, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ നടപടി പുസ്തകത്തിൻ്റെ 26:7 ഇവിടെ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം പ്രാർത്ഥനാ മൈൻഡാണ്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ മൈൻഡ് പ്രാർത്ഥന വെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അത് പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പം നീ ഒരു ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, രാത്രി ഉടമ്പടി പ്രാർത്ഥന ഉണ്ട്. അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്. ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അവസരവും സ്വസ്ഥതയും സമാധാനവും അതിനുള്ള സൗകര്യമൊക്കെ കിട്ടുന്ന സമയത്തെല്ലാം ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും വചനത്തെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യണം. കാര്യം വചനമെന്ന് പറയുമ്പോൾ വചനത്തെ വളരെ ഭവ്യതയോടെ ദൈവസ്നേഹത്തോടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വചനത്തിലൂടെ ദൈവം അവനോട് സംസാരിക്കും, എല്ലാ വിഷയവും സംസാരിക്കും. ഇപ്പോൾ നിന്നെ ഒരാൾ അടിച്ചെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും വിഷയം ഉണ്ടായി, അടി കിട്ടണമെങ്കിൽ അധികം സമയം വേണ്ടല്ല. അപ്പോൾ നിനക്ക് ഉടനെ നിനക്ക് തോന്നണം കേസ് കൊടുത്തേക്കാം. അപ്പോഴേ നിൻ്റെ മനസ്സിൽ പറയും കേസ് കൊടുക്കണോ, കർത്താവിന് എന്താ ഈ കാര്യത്തിൽ ഉദ്ദേശിക്കണത് എന്ന് ചോദിക്കണ്ടേ, അറിയണ്ടേ? അപ്പോഴേ അതായത് നമ്മൾ ആധ്യാത്മിക മനുഷ്യർ, കർത്താവുമായിട്ട് ബന്ധമുള്ളവർ ഓരോ വിഷയത്തിനും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു പോകേണ്ടത്. ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി, അങ്ങനെ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ തുടങ്ങി ദൈവം പറയണ അനുസരിച്ച് ചെയ്യത്തുള്ള എങ്കിൽ നീ കുറച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നിനക്ക് ക്ലൂ തരും, നീ എന്താ മൂവ് ചെയ്യേണ്ടത്. പിന്നെ സ്വപ്നത്തിലൊക്കെ സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നല്ലൊരു സാക്ഷ്യമാണ്. അതായത് ആ ചേച്ചി ഉടമ്പടി ചെയ്തപ്പോഴേ അമ്മ തന്നെ പറഞ്ഞു, അതായത് അവരുടെ പേര് ബെൻസി അങ്കമാലി. അതായത് ബെൻസി അങ്കമാലി USA അവർക്ക് വിസ ജോലിക്ക് പോകുന്നൊരു വിഷയമാണ്. കാരണം കുറേ പ്രശ്നങ്ങൾ അവർക്ക് വന്ന് അവരൊന്ന് ഉടമ്പടി ചെയ്തപ്പോഴേ അമ്മ സ്വപ്നത്തിൽ അവരോട് പറഞ്ഞു 87 വർക്ക് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു. നമ്മൾ ഞെട്ടിപ്പോകും വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. 87, അതായത് ലേബർ ലോ ചേഞ്ച് എന്ന് പറഞ്ഞു. അത് ഇവർക്ക് അറിയത്തില്ല. ഇവള് വിചാരിച്ച് അപ്പോൾ അമ്മയാണ് സ്വപ്നത്തിൽ വന്നതെന്ന് മനസ്സിലായി. പക്ഷെ അമ്മയുടെ രീതി എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഡീൽ ചെയ്യും. നമ്മളിതിപ്പോൾ ഉടമ്പടിയിൽ വന്നൊക്കെ മനസ്സിലായൊരു കാര്യം, ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. കാര്യം എനിക്ക് നല്ലവണ്ണം അത് മനസ്സിലാകും. കാര്യം ഉടമ്പടി അമ്മ തരണ മുമ്പ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കാര്യം 1989 ശുശ്രൂഷ തുടങ്ങിയത്. 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്, 2015 നമുക്ക് ഉടമ്പടി കിട്ടിയത്. അപ്പോൾ അത്രയും കാലത്തെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ എനിക്കറിയാം. പണ്ടെനിക്ക് സാക്ഷ്യപേടകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു കൃപാസനത്തിന്, സാക്ഷ്യപേടകം. ഇപ്പോഴും ഉണ്ട് ആ പുസ്തകത്തിന്, പഴയ കോപ്പികൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അന്ന് നടന്ന പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളെല്ലാം ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പുസ്തകമാണത്. ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാൻ, ആശുപത്രി രോഗികളായിട്ടിരിക്കുന്ന സമയത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കും, ഇല്ലേ? അപ്പം അത് അങ്ങനെ ഒരു സുവിശേഷ ജോലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാക്ഷ്യപേടകം. ആ സാക്ഷ്യപേടകത്തിൽ ഒരു 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്, നല്ല സാക്ഷ്യങ്ങൾ. പക്ഷേ ഉടമ്പടിയുടെ കാലം വരുമ്പോൾ ഉടമ്പടി വെരി പർട്ടിക്കുലർ, വെരി പേഴ്സണൽ, അപ് ടു ദി മാറ്റർ. അതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തതയുണ്ടാകും. വ്യക്തതയല്ല, വളരെ വ്യക്തിപരമായിരിക്കും, ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. എബവ് ഓൾ ഇറ്റ് ഈസ് സോ പേഴ്സണൽ. ഇപ്പോൾ വ്യക്തിയോട് ഇപ്പോൾ അമ്മ എന്താ പറയണത്, അവളോട് എന്താ പറഞ്ഞത്, അവളോട് എന്താ അമ്മ പറഞ്ഞത്? അതായത് രാത്രി അവർക്കുണ്ടാകുന്ന സ്വപ്നമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ കർത്താവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബെൻസി വർഗീസ് അങ്കമാലിയിലുള്ള സഹോദരിയുടെ പ്രശ്നം, അവർക്ക് എമിഗ്രേഷനിൽ നിന്ന്, US എമിഗ്രേഷനിൽ നിന്ന് ഒരു പേപ്പർ വരണം. പക്ഷേ അവരോട് ഇവരുടെ ഏജൻസി അല്ലെ ഇവർ പോകേണ്ട സ്ഥലത്തുള്ളവർ ഈ പേപ്പർ വന്നാൽ മാത്രമേ പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ, വിസ പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ. പക്ഷേ അത് ഇവർ വിളിക്കാൻ പറയാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ അവർ പറയുന്നത്, ബെൻസി പറയുന്നതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയിലുള്ളവർക്ക് രാത്രി, നമുക്ക് പകലാണ്. അപ്പോൾ ഞാൻ പകൽ വിളിച്ചാൽ അവർ രാത്രി ആയിരിക്കും, അവർ ഉറക്കമായിരിക്കും. അത് കാരണം ഞാൻ കുറേ ദിവസങ്ങൾ രാത്രി ഉറക്കം നിന്ന് ഇവരെ വിളിച്ച്, അവർക്ക് പകലാണല്ലോ. അപ്പോൾ ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ
അതിനാണ് അവരൊന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതായത് വിളിച്ചു കഴിയുമ്പോൾ അവസാനം ഒരു പ്രാവശ്യം കിട്ടിക്കഴിയുമ്പോൾ ഈ അമേരിക്കക്കാർ വെൻസ് പറയണത്, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവർ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാണില്ല. അപ്പോൾ വെറുതെ ലാഗിയാണ്. എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണിത്. അമേരിക്കയിലൊക്കെ ബ്രിട്ടനിലൊക്കെ പോകുന്ന എല്ലാവർക്കും അനുഭവിക്കേണ്ട പ്രശ്നമാണ്. നമുക്ക് പകൽ, അവർക്ക് രാത്രി. അത് തന്നെ ഭാഷയുടെ അവസ്ഥ. നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവർ പറഞ്ഞ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാണില്ല, പണിയായി. അവസാനം അമ്മയോട് ഇവൾ പറയും, ഇവൾ ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ് ഇടും. കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾ ഒന്നാണ് ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ്. അതാണ് ആൾക്കാരെ ആദ്യമായിട്ടും അമ്മ ഹൈ പറയണത്. അവിടുന്ന് അക്കൗണ്ട്, അമ്മയുമായിട്ടൊരു മരീൻ അക്കൗണ്ടാണത്. കാര്യം കയ്യെത്താത്ത ദൂരത്ത് നിൽക്കുന്ന ആൾക്കാർ, ആലപ്പുഴ എത്താനുള്ള സമയമോ സൗകര്യമോ ഇല്ലാത്ത ആൾക്കാർ, അന്യ ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കോണ്ടിനെൻസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ ഉടനെ ചെയ്യണ, എനിക്ക് ഉടമ്പടിയും ലൈറ്റൊക്കെ ഒരുമിച്ച് അമ്മ തന്നത്. എനിക്കറിയാതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയണ ആളല്ല ഞാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷേ എനിക്കതിൻ്റെ ടെക്നിക്കൽ വശമോ എഞ്ചിനീയറിംഗ് വശമോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ സാധനം പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പഠിക്കണതിന് തന്നെ വളരെ ഇവിടെ ഉള്ള പ്രവർത്തകർ തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് ഇതിൻ്റെ ഉള്ളവർ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനുവേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്കില്ല, ഇതുവരെ വന്നിട്ടുമില്ല. എല്ലാവർക്കും ഓഫീസും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിന് ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. പക്ഷേ എന്താ പ്രശ്നം, എങ്കിലും ഞാനെനിക്ക് ഈ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്തുന്ന സമയത്ത് എനിക്ക് ലിങ്ക് കിട്ടിയിട്ട് എനിക്ക് മനസ്സിലായത് എന്തോ പ്രാർത്ഥനയുടെ ലിങ്കാണ്. ഞാൻ ലിങ്ക് എടുത്തിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എടുത്ത് പറഞ്ഞത്, ഇത് എനിക്ക് ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തിരികെ എത്തണം മാതാവിൻ്റെ മുമ്പിൽ. ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേരൊരു തിരികെ എത്തണം ഇവിടെ, ആ പേരെഴുതി കാണിക്കണം. അതായത് ഞാൻ ഈ ഡിക്സൺ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരന്, അങ്ങനെയാണ് കമ്പ്യൂട്ടർ കാര്യം ചെയ്യേണ്ടത്, എഞ്ചിനീയറിംഗ് കാര്യം ചെയ്യണം. അദ്ദേഹത്തെ സമർപ്പ് ഞാൻ ജോമാല ചെയ്യും. മാതാവ് ഞാൻ ഉദ്ദേശിച്ച കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്, ഞാൻ ഉദ്ദേശിച്ച കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. കാര്യം അപ്പോൾ അങ്ങനെ അഭിഷേകം കിട്ടുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛായി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ലൈറ്റ് ക്യാൻഡിൽ അടിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പേരും തിരിയുമായിട്ട് മാതാവിന് മുമ്പിൽ 10 മിനിറ്റ് കയറാം, 10 ദിവസം കത്തി നിൽക്കും. അപ്പോൾ ഞാനങ്ങനെ ഓർത്ത്, ഇത് ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ടെക്നിക്കായിട്ട് ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുമോ? ഞാൻ ഭയങ്കര ആവേശത്തിലാണ് അമ്മ എനിക്ക് അഭിഷേകം തന്നിട്ട് ഞാൻ പറയണത്. ഇത് ചുമ്മാ ഇങ്ങനെ കമ്പ്യൂട്ടറെ കുത്തി പേരിട്ട് കഴിഞ്ഞാൽ ഉടനെ തിരി തെളിയുമ്പോൾ ദൈവം കേൾക്കുക എന്ന് ആരെങ്കിലും യുക്തിവാദം ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഈ വിഷയം അമ്മയോട് പറയാം, അമ്മേ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം തിരി കത്തിക്കുമ്പോഴത്തേനും കമ്പ്യൂട്ടർ കളി പോലെ വരുക, മൊത്തം കളിയാണല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സത്യാവസ്ഥകളെ ചോദ്യം ചെയ്യപ്പെടും. അതെനിക്ക് സങ്കടമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് എൻ്റെ മനസ്സിലുണ്ടാകണം എല്ലാം ഞാൻ അതുപോലെ പറയും. നിങ്ങൾ എൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഫോർമാറ്റിലായിട്ട് പ്രയർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം. കാര്യം നമ്മൾക്ക് എന്തായാലും അമ്മയോട് ഉള്ളതുപോലെ അങ്ങോട്ട് നമുക്കറിയാവുന്ന ഭാഷയെ കൺവേ ചെയ്യണം. അത് ഭയങ്കരമായ മറുപടി ഉണ്ടാകും. കാര്യം നമ്മുടെ ജീവിതം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജീവിതം കറക്റ്റെന്ന് ഞാൻ പറയുന്നത് കാശ് നമുക്കും തെറ്റിപ്പോകും, അതല്ല പ്രശ്നം. ബോധപൂർവ്വം നമ്മളെ തെറ്റിലേക്ക് വീഴാത്ത ശ്രദ്ധ ഉണ്ടാക്കണം. മനുഷ്യന്മാരാണ് ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അറിയാതെ തെറ്റുണ്ടായാൽ പോലും ശിക്ഷിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അറിയാത്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ അറിയാത്ത തെറ്റുകളുണ്ട്. അറിയാത്ത കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ മനുഷ്യത്വത്തിൻ്റെ ആ കോൺഷ്യസിൽ ദൈവം തെറ്റും ശരിയും എല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിന് ജാതിയും മതവും ഇതൊന്നുമില്ല. തെറ്റിനും ശരിക്കും എല്ലാ മനുഷ്യന്മാർക്കും അതല്ലേ മനസ്സാക്ഷി തന്നെയാണ് അവിടെ നിയമം എന്നൊക്കെ സെൻറ്റ് പോൾ പറഞ്ഞത്. എന്താണ് നിയമം ലഭിച്ചിട്ടില്ലെങ്കിൽ വിജാതീയരായ അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് അവരുടെ മനസ്സാക്ഷി തന്നെയാണ് നിയമമെന്ന് പറയും. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വരെ ക്രിസ്തുവാണ് മനുഷ്യത്വത്തിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫോം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൊളോക്കിയൽ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര പേഴ്സണൽ ബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊക്കെ ടെക്നിക്ക് പ്രയറായിട്ട് ആൾക്കാർക്ക് തോന്നും. കാര്യങ്ങൾ ശരിയാണ്, ഭയങ്കര അവിടെ അഭിഷേകം കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് അന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് അമ്മ എൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ചിന്തയെന്ന് പറയണത്, ചിന്തയല്ല ബോധ്യം. കാര്യം നമുക്ക് ചിന്തയായിട്ടല്ല വരണത്, എപ്പോഴും ബോധ്യമായിട്ടാണ് വരണത്. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കുമോ ഇതായിരിക്കുമോ അങ്ങനെയൊക്കെ തോന്നിയതാണോ അല്ലതാണോ അങ്ങനെ ഇങ്ങനെ അഴകുഴമ്പം പരിപാടിയൊന്നുമില്ല. നമുക്കുള്ള കൺവിക്ഷനാണ്, ഫേം കൺവിഷൻ. ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് ലഭിക്കുന്നത് ഫേം കൺവിഷനാണ്. എന്നുവെച്ചാൽ കറ കളഞ്ഞ ബോധ്യം കിട്ടും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞെന്താ പറയാമോ?
എടാ അത് എന്ന് വെച്ചാൽ കൃപാസനത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ, അതാണ് ഇതിൻ്റെ ആസ്തി. അയ്യോ, അത് കേട്ടോടുകൂടിയാണ് ഞാൻ ഞെട്ടിപ്പോയി, സന്തോഷമായി. അതായത് കൃപാസനത്തിൽ നീ ബ്ലെസ്സിങ്സ്, നീ അഭിഷേകം മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അഖണ്ഡ ജവമാനയല്ല ഇവിടെ നിന്നല്ല പറഞ്ഞത്. ഇപ്പോൾ അഖണ്ഡ ജവമാന ചെല്ലുന്ന ഒരു വ്യവസായൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വർഷങ്ങളോളം രാത്രിയും പകലും ജവമാല ഉണ്ടായിരുന്ന അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. കടലോരത്ത് 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. കടലിൽ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ കൊച്ചി തൊട്ട് 2 മാസം 60 ദിവസം പുന്നപ്പുറ വരെ ഓരോ സന്ധ്യക്കും പോയിട്ട് കടപ്പുറത്തൊക്കെ ഓരോ യോഗം വിളിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവിടെ പ്രസംഗിച്ച് അതെല്ലാം സുവിശേഷ പ്രകടനം 10 കൊല്ലം ചെയ്ത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 10,000 കണക്കിന് ആൾക്കാരുടെ കൺവെൻഷൻ. അതിന് കൃപാസനം ഇവിടെ തുടങ്ങിയപ്പോഴും ഈ 365 ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ട് 360 ദിവസവും 24 മണിക്കൂറും ഇതെല്ലാം ആസ്തിയാണ്. അപ്പം ഇതിൻ്റെ ആസ്തി ഭയങ്കരമാണ്. ഈ ആസ്തിയിലാണ് ലൈറ്റ് അക്കാൻ്റെ പേര് റിക്വസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ ആ ചേച്ചി എന്താ ചെയ്തിരിക്കുന്നത്, ബെൻസി എന്താ ചെയ്തിരിക്കുന്നത്, അവർ അമേരിക്കക്കാരോട് സംസാരിക്കണത് അവർക്ക് മനസ്സിലാണില്ല. രാത്രി ഉറക്കാൻ നിലക്ക് 2 മണിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവരോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറയണ ഇംഗ്ലീഷ് ഇവർക്ക് മനസ്സിലാണില്ല, ഇവർ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല. അപ്പോഴേ കൺഫ്യൂഷൻ. ഇപ്പോൾ ഇവരെന്ത് ചെയ്ത് കൃപാസനം എത്തുന്നുമ്പോൾ അവർ ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട്. ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടോടുകൂടി അമ്മേ എനിക്ക് എമിഗ്രേഷൻ ക്ലിയർ ആകുന്നില്ല, എനിക്ക് അവിടുന്ന് ഒരു കൺകറൻസി കിട്ടിയാൽ മാത്രമേ വിസ പ്രോസസ്സിങ് തുടങ്ങത്തുള്ളൂ എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റോടുകൂടി ഈ ബെൻസി വർഗീസിൻ്റെ രാത്രി അമ്മ അവർക്ക് സ്വപ്നത്തിൽ കണ്ടിട്ട് പറയും 87 വർക്ക് ലോ അറേഞ്ച്മെൻ്റ് എന്ന് പറയും. അയ്യോ, അത് അവരെ സാക്ഷ്യം കേൾക്കാൻ ഇന്നിട്ടിരിക്കുന്ന സാക്ഷ്യമാണത്. അതായത് 87 ദിവസം കഴിയുമ്പോൾ ഈ രാജ്യത്ത് വർക്ക് ലോ അറേഞ്ച് നിനക്ക് പറ്റുന്ന രീതി, നിന്നെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ തൊഴിൽ നിയമം മാറാൻ പോകുന്നെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ഞെട്ടിപ്പോകും നമ്മുടെ. അതായത് ഒരു വ്യക്തി ഏത് വിഷയത്തിലാണ് വേദന അനുഭവിക്കണത്, കൈയും കായും എത്താത്ത രീതിയിൽ നടുക്കടലിൽ കിടക്കുന്നത്, ആ പർട്ടിക്കുലർ വിഷയത്തിൽ ദൈവം ഇടപെടും. പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അമ്മ ചേഞ്ച് ചെയ്യും. ഇത് പുതിയ കാര്യമല്ല. ഞങ്ങളിതിങ്ങനെ വലിയ അത്ഭുതമില്ലാതെ പറയണ കാര്യം, ഈ രാജ്യങ്ങളുടെ നിയമങ്ങൾ അമ്മ ചേഞ്ച് ചെയ്യണത് ഏതാണ്ട് 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിന്നെ ഏത് അക്കൗണ്ടിലും അമ്മ നിലനിർത്തും. എൻ്റെ മക്കളെ, എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപമെന്ന് പറയണത് എന്താ, ആ ദൈവത്തിൽ നിന്ന് അകന്നു പോണത് മാത്രമാണ്. അല്ല നീ ചെയ്ത് കൂട്ടുന്ന മണ്ടത്തരങ്ങളും കാര്യങ്ങളൊന്നും അല്ല. പാപമെന്ന് പറയണത് എന്താ, നിന്നെ പരിപാലിക്കണ ദൈവത്തിൽ നിന്ന് മറന്നു പോണത്, ഓർക്കാതിരിക്കണതാണ് പാപം. ശരിക്കും ഞാൻ മുമ്പ് എന്താ പറയുന്നത്, പാപം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരായി വരുന്ന എല്ലാ പാപം. അത് ജനറലാണ്. ഇത് പെർട്ടിക്കുലറായിട്ട് വരുമ്പോൾ എന്താ പറയുക, പാപം എന്ന് പറയുന്നത് നിന്നെ ഇതുപോലെ സ്നേഹിക്കണ ദൈവത്തിനും കുറിച്ച് ഓർക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടത്തില്ലേ, ഓർക്കാണ്ട് ദൈവത്തിന് ഓർക്കാണ്ട്. ഇന്നലെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. ഒരു ചെറിയ അങ്ങേരുടെ തോട്ടത്തിലൊരു ചെറിയ അടിയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഒരു റിവോൾവറിൻ്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു എന്തിനെ ഷൂട്ട് ചെയ്യാനാണ്. അപ്പോഴേ കർത്താവിനോട് പറഞ്ഞ് അവനോട് പറയണം, ആത്മാവിൽ തുടങ്ങിയിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുതെന്ന്. ബൈബിളിലുണ്ടാകുന്ന സാധനമാണ്, ബൈബിളൊരു വാക്കാണത്. ആത്മാവിൽ തുടങ്ങും പലരും, പക്ഷേ ലോകത്തിൻ്റെ ഇവിടെ മനുഷ്യനെ പൊറുപ്പിക്കത്തില്ല. വഴിയെ പോണവനും കയറി നമ്മളെ ഞൊണ്ടിച്ചും പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അലർജറ്റിക്കാവും. അലർജറ്റിക്കായി കഴിയുമ്പോൾ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളും മാനുഷികവുമായിട്ട് തന്നെ പ്രതികരിക്കും. ഇതൊരു ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ടൈം ആകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. നിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നീ വളർന്നു, നീ ദൈവത്തിൻ്റെ കൂടെയാണോ, നീ ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട് ഒക്കെ വരുമ്പോൾ നീ ഓർക്കും നീ ഒക്കെയാണ് ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് നീ വിചാരിക്കും. ഉടനെ നീ ഇവിടം വരെ എത്തിയെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് കർത്താവ് അടുത്ത ഒരു പാഠം തുടങ്ങും, അടുത്തൊരു സിലബസ് തുടങ്ങും. വഴിയെ പോകണമെന്ന് നമ്മുടെ താടിയുടെ തടിച്ചും പോകും. ഇപ്പം ഇരുന്ന് ഒരു കാര്യമില്ലേ,
അവൻ്റെ പുറകെ നമുക്ക് അവളം മടലും കൊണ്ട് ഓടും, അവനെ ഒലക്കും കൊണ്ട് ഓടും. വെറുതെ നിന്ന് നമ്മുടെ അല്ലേ ചുമ്മാ ചൊണ്ടി ചൊറിച്ചും പോയത്. എന്നാൽ അവനിട്ട് തിരിച്ച് പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കിട്ടില്ല, അവൻ അനിയനിട്ടെങ്ങും തട്ടിച്ചും പോകും. തട്ടി മിസ് നമ്മൾ വീണ്ടും ഏണിയും പാമ്പും കളിയാണത്. നമ്മളെ വീണ്ടും പാമ്പ് കൊത്തി കൊണ്ടുവന്ന് രണ്ടേ വെക്കും. ഒയ്യോ, എന്ത് കഷ്ടപ്പെട്ട് ഏണിയൊക്കെ 99-ലായതാണ്. പക്ഷെ ഒരു പ്രതിയോഗി വരണ സമയത്ത് നമ്മൾ കർത്താവ് പറയും, നീ ഇങ്ങനെ ആയത് പതയാണിത്, ഇത് പതയാണ്. നമ്മൾ പാലൊക്കെ എടുക്കുമ്പോൾ ചായക്ക് എടുക്കില്ലേ, ചായ ഇങ്ങനെ എടുക്കത്തില്ലേ, ഇങ്ങനെ വീശുമ്പോൾ ചായക്കട ചായ ഇങ്ങനെ വീശി കഴിയുമ്പോൾ എങ്ങനെ കൊണ്ടുവന്ന് ടക്ക് എന്ന് പറഞ്ഞൊരു വെപ്പൊക്കെ വെക്കും നമ്മുടെ അല്ലേ ചായക്കടയിൽ. നമ്മൾ സി ക്ലാസ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് അത് വില്ലേജ് മോഡലിൽ കൊണ്ടുവന്ന് ചായ വെക്കും. അപ്പം ഈ വലിയപ്പന്മാർ ചായ കുടിച്ചിട്ട് പറയവേ, എന്നെയാണ് ഇത് മുഴുവൻ പതയാണല്ലോ എന്ന് പറയും. അപ്പോൾ കടക്കാരൻ പറയും, ആ പതേ മര്യാദക്കൊന്ന് ഒന്ന് പഠിച്ച് കളഞ്ഞാൽ മതി, ചായ കിട്ടിക്കോളൂ എന്ന് പറയും. നിങ്ങൾ തന്നെ കാശുകൊണ്ട് സാധനം എൻ്റെ അടുത്തുണ്ട്. പിന്നെ എന്താണ്, ഇപ്പം വീത്തി പതയാക്കിയതാണ്. പല ആധ്യാത്മികതയും വീത്തി പതയാക്കിയതാണ്, പത കളയാനുള്ള സാധനമാണ്. ഇപ്പം നിൻ്റെ ആധ്യാത്മികതയിൽ ഇതുപോലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പത കളയാൻ സമയമായി. നീ വിചാരിക്കണ ചായ വക്കുവരെ ഉണ്ടെന്ന് പറയണത് മുക്കാലേ ഉള്ളു, കാൽ ഗ്ലാസ് പതയാണ്. അതാണ് സംഭവം. ഈ പതയാണ് എന്ന് നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവ് ഈ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ദൈവം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മളൊരു ഗുസ്തിക്ക മൽപ്പിടുത്തത്തിന് തയ്യാറാക്കണ രീതിയിൽ ദൈവം ചുമ്മാ തോണ്ടും. നമ്മൾ ചുമ്മാ അഴക് തോണ്ടും. യാക്കോബിനൊക്കെ തോണ്ടിയത് എങ്ങനെയല്ലേ, ആ മര്യാദക്ക് ഭാര്യയും മക്കളെ കൊണ്ട് അപ്പുറത്ത് ജാബോക്ക് നദിക്കടയിൽ അപ്പുറത്താക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് ഒരു കല്ലും തലയെ വെച്ച് കിടന്ന് ഉറങ്ങിയ സമയത്ത് അവനെ വന്ന് കാലുപടക്കി ഇടിച്ചു. വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. യാക്കോബിനെ പ്രകോപിക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ അവൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റി യേശാവുമായിട്ടൊക്കെ ഒരു കോംപ്രമൈസൊക്കെ എത്തി. യേശാവില്ലേ അവരുടെ ചേട്ടനെ പറ്റിച്ചാലാവും പോകുന്നത്. അപ്പോൾ ഒരു കോംപ്രമൈസൊക്കെ എത്തിയാൻ വേണ്ടി മനസ്സിന് സമാധാനമൊക്കെ ഒരു പുതിയ ജീവിതം സ്വന്തം നാട്ടിൽ പോയി തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കൊണ്ടുപോയി ഭാര്യൻ അപ്പുറത്താക്കി, മക്കളെ അപ്പുറത്താക്കി, കന്നുകാലെ അപ്പുറത്താക്കി, യാക്കോബ് ഇപ്പുറത്ത് വന്ന് സ്വസ്ഥമായിട്ട് ഈ മക്കളുടെ അവരുടെ കലവിലാതൊന്നും ഇല്ലാതെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കിയ പുള്ളി ഉറങ്ങി കാണത്തില്ല. ഇപ്പം പല ദിവസങ്ങളായിട്ട് ഈ യേശാവിന് വേണ്ടിയുള്ള പശുവിനെ 40 പശു, അതുപോലെ തന്നെ 150 ആടെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തിരിക്കണേൽ എണ്ണിക്കൂട്ടി തിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പുള്ളിക്ക് ഉറങ്ങാൻ വേണ്ടി ഇതിനെല്ലാത്തിനും ഇവരുടെ കലാവിലെ ആടിൻ്റെ സ്വരവും പശുവിൻ്റെ സ്വരവും ഒട്ടകത്തിൻ്റെ അമറലും എല്ലാം കൂടി കേട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും നദി കടത്തി അപ്പുറത്താക്കിയിട്ട് പുള്ളി ഇപ്പുറത്ത് ഒറ്റയ്ക്ക് വന്ന് മര്യാദക്കൊന്ന് ഉറങ്ങാമെന്ന് ആയപ്പത്തിന് ദൈവം താത്തി ഒരു താലവിടെ ഇടിച്ച്, വെറുതെ കിടന്ന താലവിടെ ഇടിച്ച് അവൻ ചാടി എന്നിട്ട് പിടുത്തമായി പിടിച്ച് അവസാനം ഈ രംഗം എൻ്റെ ഒത്തിപ്പാട്ട് ഫോട്ടിനോടുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബ് ഇങ്ങനെ മുടന്തി പുണ കാണുന്നത്. ഇപ്പം ആവശ്യമില്ലാത്ത എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ യാക്കോബ് ഏതാണ്ട് കൈകാര്യം ചെയ്തു, തൻ്റെ ബുദ്ധി കൈകൊണ്ട് യേശാവിനെ കൈകാര്യം ചെയ്തു എന്ന് പുള്ളിക്കൊരു തോന്നലേ. ദൈവത്തിന് ഒരു നിമിഷം അയാൾ മറന്നുപോയി. അയാളുടെ കഴിവ് കൊണ്ട് ചേട്ടായിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം സെറ്റ് ചെയ്തു. അപ്പോൾ യാക്കോബിന് 2 ഭാര്യമാരും അവരുടെ 12 അവരുടെ സർവൻസിലുണ്ടാകുന്ന മക്കൾ, അങ്ങനെ 12 മക്കളുണ്ട്. അപ്പോൾ സമർത്ഥമായ ഒരു കുടുംബവും അതിനെ പോറ്റാനുള്ള പൊന്നും എല്ലാം അവിടെ പെണ്ണുമ്പിള്ളവെല്ലാം കള്ളികളായിരുന്നു. ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് സീതനം കിട്ടാഞ്ഞ കാരണം അമ്മാവൻ്റെ അന്ന് മാക്സിമം അപ്പൻ്റെ നിന്ന് അടിച്ചുകൊണ്ടാണ് പോകുന്നത്, ആങ്ങളുടെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ലേയയും ഫസ്റ്റാണ്, റാഖേലും ഫസ്റ്റാണ്. കാര്യം അവിടെ അങ്ങനെ ചെയ്തിട്ടാണ്. കാര്യം അയാൾ അതിൻ്റെക്കാൾ അർക്കീസ് പാർട്ടിയായിരുന്നു. ലാബാൻ എന്ന് പറഞ്ഞ ആൾ എത്രയോ വർഷം പണി ചെയ്തിട്ടാണ് ഇവനെ ഈ പരുവത്തിലാക്കി കളഞ്ഞത്. അവസാനം ദൈവനെ അനുഗ്രഹിച്ച്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതെല്ലാം തൻ്റെ കഴിവ് കൊണ്ടാണെന്നൊക്കെ ചിന്തിച്ച് ദൈവത്തിനെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ് യാക്കോബ്. അപ്പോഴാണ് പിടുത്തം വന്നത്. ഇതുപോലെ ദൈവം ചിലപ്പോൾ ഒരു പിടുത്തം വരും നമ്മുടെ ജീവിതത്തിൽ. ഈ പിടുത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ പിടിക്കാൻ നിൽക്കാതിരിക്കും നല്ലത്. കാര്യം ഈ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും നമ്മുടെ എളി ഉളുക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അമ്മ ആണെങ്കിൽ അമ്മയ്ക്ക് എത്ര സമയത്ത് വേണമെങ്കിലും അപ്പായുമായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിരുന്നു. കാര്യം അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നടന്നത് അല്ലേ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവരെന്നേക്കും ഭരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവനക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുന്തവും ഇല്ല. അവസാനം ചാണാക്കുഴി പെറ്റി കിടക്കേണ്ട കണ്ടീഷൻ വന്നപ്പോൾ ഗുസ്തിക്ക് പറ്റുന്ന എല്ലാ പരിപാടിയും ദൈവം തന്നെ ഒപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, അപ്പം ഗുസ്തിക്കുള്ള ഉദ്ദേശമാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മളതിന് കിട്ടത്തില്ല കേട്ടാ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗുസ്തിക്ക് വന്നിരിക്കണമെന്ന്. ഞാൻ ഗുസ്തിക്കില്ല,
അമ്മ തർക്കിച്ചില്ല, അമ്മ ബഹളം ഉണ്ടാക്കില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ഏറ്റവും അമ്മയുടെയൊക്കെ ഒരു നിലപാട്. ആധ്യാത്മികമായി വളരണമെന്നുണ്ടെങ്കിൽ മിനിമം ഹോളി സ്പിരിറ്റ് വേണം. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ മേരി ഇത് പാഠത്തിലുള്ളതാണ്, സിലബസിലുള്ളതാണ്, അപ്പം ഗുസ്തിക്ക് വരുന്നതായിരിക്കണം, അതാ നിന്നെ കൊണ്ട് ചാണകക്കുഴി തട്ടിയത്, നീ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഗുസ്തിക്കൊന്നുമില്ല, അപ്പം ഗുസ്തിയാണെന്നുള്ളത് എനിക്കറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പന് വളർത്തണം ആളെ. എന്താണ്? വിശ്വാസത്തെ വളർത്തണം, പ്രത്യാശയെ വളർത്തണം, ദൈവസ്നേഹത്തെ വളർത്തണം, സമർപ്പണത്തെ വളർത്തണം. ഇതെല്ലാം കൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ എന്താ വരാൻ പറ്റണത്? സമർപ്പണമല്ലേ. അത് ആദ്യമേ അമ്മ അങ്ങോട്ട് പറയും, അപ്പം ഒരു പരിപാടിക്കുമില്ല, സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് യാക്കോബിനെ അതറിയാൻ പറ്റാഞ്ഞുകൊണ്ടാണ് മണ്ടൻ എളി ഉളുക്കേണ്ട കണ്ടീഷൻസ് വന്നത്. ഇതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുസ്തിയുമായിട്ട് ഒരാൾ വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവം വരുമെന്നും പറഞ്ഞാൽ നിങ്ങളിരിക്കണത് ദൈവമൊന്നും പറയേണ്ട, നാട്ടിലെ ഗുണ്ടകളെന്നാൽ മതി. എൻ്റെ സ്വന്തം ഇടവക ഇരുന്ന് ഞാൻ ജോലി ചെയ്തിട്ട് അവിടെ നാട്ടുകാരിലെ ഒരാൾ എന്നെ തല്ലിയിട്ടുണ്ട്, പോരെ? എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്താണെന്ന് ചെയ്തിരിക്കണത്, എൻ്റെ കർത്താവിൻ്റെ വചനം 3 പ്രാവശ്യം ഞാൻ അവനോട് പോയി ക്ഷമ ചോദിക്കും. അവനെ പ്രകോപിപ്പിച്ചതിലാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം അവൻ്റെ ഒരു കാര്യം നടത്താൻ എനിക്ക് പറ്റിയില്ല. കാര്യം എന്നെ പട്ടാളം പോലെ ആൾക്കാർ പല നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം, അവിടെ കാര്യം നടക്കാൻ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് വെഞ്ചരിക്കണം, ഒരു ഉന്ത് വണ്ടി വെഞ്ചരിക്കണം, തക്കാളി വണ്ടി ഉന്തിക്കൊണ്ടുകൊണ്ട് പോകണം. അപ്പം ഞാനവിടെ പറഞ്ഞു, ചേട്ടാ ആ തക്കാളി വണ്ടിയല്ലേ, ചേട്ടൻ ഉന്തിക്കൊണ്ട് വിൽക്കാനുള്ള സാധനമല്ലേ, അതുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ വെഞ്ചരിച്ച് തരാം. അല്ല, അപ്പം വിറഞ്ഞിട്ട് അയാൾ എൻ്റെ താടിക്കിട്ട് തട്ടി. പക്ഷെ ഞാനൊരു അക്ഷരമിണ്ടാതെ വിശ്വാസ പ്രകടനം ചൊല്ലി കൂടെ പോയി അയാളുടെ വണ്ടി വെഞ്ചരിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ മനുഷ്യനെ പ്രകോപിപ്പിച്ചതിൽ പല പ്രാവശ്യം 3 പ്രാവശ്യം ആ ഇടവകയിൽ നിന്ന് പോന്നിട്ട് ഞാൻ പോയി അതിൻ്റെ ജീവചരിത്രം തെതൂല അതെല്ലാം എഴുതിയിട്ടുണ്ട്, അയാളുടെ പേര് വരെ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ ആ മനുഷ്യൻ 3ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നിട്ടും ആ മനുഷ്യൻ എൻ്റെ ക്ഷമയോ അതൊന്നും അംഗീകരിച്ചില്ല. എന്നെ അയാൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ വെച്ച് എന്നെ ഒരു കൊച്ചാക്കണ പോലെ അങ്ങനെ അയാൾ പെരുമാറിയത്. ഞാനത് ആരോടും പറഞ്ഞില്ല, ഈശോയോട് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈശോയുടെ പ്രശ്നം പിന്നീട് എനിക്ക് തോന്നിയത് പറയേണ്ട കാര്യം ഇല്ലായിരുന്നെന്ന്. കാര്യം പുകച്ച് കളഞ്ഞ ആളില്ലായ ഒറ്റ ആഴ്ച കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് കളഞ്ഞു. എന്നുവെച്ചാൽ ദൈവവചനം മാത്രം നീ വിശ്വസിച്ച് പോകുമ്പോൾ നീ ദൈവം ആരാണെന്നറിയും. കർത്താവിനറിയാം ഞാൻ വചനം വിട്ട് നിൽക്കത്തില്ല, വചനത്തിലാണ് കാര്യം ചെയ്തിരിക്കണം, മാനുഷികമായിട്ടുള്ളതെന്ന്. പിന്നെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്, ദൈവവചനത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഉടമസ്ഥൻ രംഗത്ത് വരും. ദൈവവചനം ജീവിക്കണ ഒരു രീതികളുണ്ട്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സംഭവങ്ങളും കഥകളും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു അനുഭവം ഉണ്ടാവും എവിടെയെങ്കിലും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങയുടെ വചനങ്ങള് പരിശുദ്ധ അമ്മയെ പോലെ അപ്പനുമായി യാക്കോബിനെ പോലെ ഗുസ്തിക്ക് തയ്യാറാകാതെ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിന്റെ അപ്രതീക്ഷിത അനുഭവങ്ങളിലെ സങ്കട അനുഭവങ്ങളിലെ സമീപനത്തോടെ സമർപ്പിതനായി ദൈവവചനത്തിന് ദാസിയായി നിൽക്കുവാൻ നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യാൻ ദൈവ പൈതലായി രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ ശുശ്രൂഷയിപ്പോൾ ടെലിവിഷൻ ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്നു, യൂട്യൂബ് ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്നവർ, യോഗാന്തം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. അവരുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. കൊറോണ വൈറസ് രോഗികളെ സ്പർശിക്കണമേ.